And he was playing with my bangles, touching my skin, as if accidentally and stuff. After he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair. ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. കാരണം ഇവരുടെ ശരീരം, ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പല സിനിമാക്കാർക്കും ഇപ്പൊ ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് തന്നെ വേണം പറയാൻ, അല്ലെ? ഹേമ കമ്മിറ്റി അറിയാലോ, സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ. അപ്പൊ മെയിനായിട്ട് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യം എന്താണ്? സിനിമാ ഫീൽഡിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ്, അല്ലെ? എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നതോടെ പല സിനിമാ താരങ്ങളും പേരലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൽ കേരള ജനത ആരാധനയോടെ നോക്കിക്കാണുന്ന സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും വരെ പെടും എന്നുള്ളതാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ കത്തിപ്പോകുന്ന പശ്ചാത്തലത്തിൽ പാലേരി മാണിക്യം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ഒരു നടി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ബംഗാളി നടിയാണ്. നമുക്ക് എന്തായാലും പുള്ളിക്കാരിക്ക് രഞ്ജിത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. ശ്രീലേഖ മിത്ര എന്നുള്ളതാണ് ഈ നടിയുടെ പേര്. മലയാളത്തിൽ മുമ്പ് പൃഥ്വിരാജിന്റെ സിനിമ ആയിട്ടുള്ള അകലെ എന്ന സിനിമയിൽ ചെറിയൊരു റോള് പുള്ളിക്കാരെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയിൽ തന്റെ അഭിനയം കണ്ടിട്ടാണ് പാലേരി മാണിക്യം എന്ന സിനിമയിലേക്ക് തനിക്ക് ക്ഷണം വരുന്നത് എന്നുള്ളതാണ് ആ നടി പറയുന്നത്. അങ്ങനെ പുള്ളിക്കാരെ ഓഫർ സ്വീകരിക്കുന്നു. സിനിമയുടെ ഭാഗമായി കൊച്ചിയിലെത്തുന്നു. നല്ലൊരു ഹോട്ടലിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം കിട്ടി. ഇതിന്റെ എല്ലാം ചെലവുകൾ വഹിച്ചത് പാലേരി മാണിക്യത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. അങ്ങനെ ഇരിക്കാണ് പുള്ളിക്കാരെ ആ ഹോട്ടലിൽ അന്ന് രാവിലെ സിനിമയുടെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനെക്കുറിച്ച് പുള്ളിക്കാരി തന്നെ പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. I met the director in the morning and we had done some photo shoot. We spoke about films and he was quite educated, knowledgeable, and we spoke about random, and I was in such a state. I spoke about my bit of personal life, the state I was in. So could you ready to take up the name? Who is that guy? If I'm not mistaken, his name is Ranjit. Director Ranjit, and he... The movie is Paleri Manikya. Probably. I was supposed to act with Mr. Mammootty, so it was very big for me. And since I like South Indian films, especially Malayalam films, I was very keen on working. So I went with a lot of hope that I'm going to work in the South film industry, Malayalam film industry. ഓക്കെ, അതാണ്. എല്ലാവർക്കും ഇപ്പൊ ഇംഗ്ലീഷ് മനസ്സിലായിക്കൊള്ളുന്നില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇവിടെ സംവിധായകന്റെ പേരെടുത്ത് പറയുന്നുണ്ട്, അല്ലെ, രഞ്ജിത്ത് എന്നുള്ളത്. പിന്നെ സിനിമ ഏതാണെന്നും പറയുന്നുണ്ട്, പാലേരി മാണിക്യം പറയുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയുമായി ജോലി ചെയ്യാൻ പോകുന്നതിൽ എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്, സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ഇഷ്ടമാണെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ രാവിലത്തെ കൂടിക്കാഴ്ച നടത്തി അവർ പിരിയുന്നു. വൈകുന്നേരം ആകുന്ന സമയത്ത് അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ പുള്ളിക്കാർ പങ്കെടുക്കാൻ വരുന്നു. അപ്പൊ ആ സമയത്ത് രഞ്ജിത്ത് ആരോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രഞ്ജിത്ത് എന്താക്കുന്നു, ഫോൺ നേരെ പറയുന്ന ശ്രീലേഖയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു പാർട്ടിക്കിടയിൽ. അന്നേരം ഫോണിൽ ലൈനിൽ ശ്രീലേഖ മുമ്പ് വർക്ക് ചെയ്ത ഒരു സിനിമ സെറ്റിലെ ഏതൊരു സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് രഞ്ജിത്ത് എന്താക്കുന്നു, റൂമിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ രഞ്ജിത്തിന് പിന്നാലെ റൂമിലേക്ക് എത്തുന്നു. റൂമിലേക്ക് എത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ശ്രീലേഖ പറയുന്നുണ്ട്. എന്തായാലും ഫുള്ളും കേട്ടു നോക്കൂ. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. I was dressed in a churidar, very Indian, with a lot of bangles and stuff, and he was standing beside me and he was playing with my bangles, touching my skin, as if accidentally and stuff. So we women, we have this sixth sense. We know touch, or we know what's happening around you. We have this, we're always on a safeguard now to protect ourselves. Okay, we are taught that way from right beginning. So I felt little uncomfortable because I'm not in that friendlier zone with him that he could, just play with my bangles. But I was trying to give him that benefit of doubt. I thought maybe I'm overthinking about this. Maybe he just wants to, see my bangles. Maybe Kerala. Whatever. I don't know what I was thinking. So, but I was not feeling okay with it. I was not comfortable with it. And it was dark, very dimly lit room. And so I was, trying to talk, and I was play acting. And then all of a sudden, after he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair, which was not done. So I excused myself. I got out of the room. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് റൂമിലെത്തിയപ്പോൾ രഞ്ജിത്ത് മെല്ലെ പുള്ളിക്കാരുടെ വളകളുടെ മുകളിലൊക്കെ ഇങ്ങനെ തൊട്ട് കളിക്കാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്കാരി കാര്യം ചെയ്ത് ഈ വളകളൊക്കെ കണ്ട ആശ്ചര്യത്തിൽ ഇങ്ങനെ തൊട്ട് കളിക്കാതിരിക്കുന്നതാണ്. അങ്ങനെ മെല്ലെ മെല്ലെ തൊടലും തലോടലൊക്കെ മുകളിലേക്ക് കയറി വരാൻ തുടങ്ങി.
പിന്നെ മുഖത്തും മുടികളിലൊക്കെ തടുക്കാൻ തുടങ്ങി. അതോടെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് ഉദ്ദേശം വേറാന്നുള്ളത്. അപ്പൊ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ? പുള്ളിക്കാരുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അറിയാത്തൊരു സ്ഥലം, ചുറ്റും അറിയാത്ത ആൾക്കാർ, അവർക്ക് നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൊറിബിൾ അല്ലേ? പിന്നെ ശ്രീലേഖ തന്നെ തുടർന്ന് പറയുന്നുണ്ട്, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ സിനിമയിൽ വരുന്നതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, എന്റെ സ്വന്തം താല്പര്യ പ്രകാരമാണ് ഞാൻ ഈ ഫീൽഡ് സെലക്ട് ചെയ്തത് എന്നൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് കേരളത്തിൽ വെച്ച് ഉണ്ടായി എന്ന് വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞാണെങ്കിൽ വീട്ടുകാരെന്താ തിരിച്ചു മറുപടി പറയാ? വേഗം കൂടി തിരിച്ചു പോരി, ഇനി മേലാൽ സിനിമ എന്ന് പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി പോകരുത് എന്നുള്ളതായിരിക്കും അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി ഈ കാര്യം വീട്ടുകാരുടെ ആ സമയത്ത് അറിയിച്ചിട്ടില്ലായിരുന്നു. ആകെ മൊത്തത്തിൽ ആരോടും ഒന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥ അല്ലേ? അങ്ങനെ നേരെ പുള്ളിക്കാരി സ്വന്തം റൂമിലേക്ക് ഇറങ്ങി ഓടി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് പുള്ളിക്കാരി തന്നെ പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. And then I got back into the room and I wasn't shocked. I understood that, okay, this is not the place. I'm not going to work here. So nobody's going to pull my hand and force me to join here. So I called the assistant director or associate director, Sanjay. I forgot his name again. So I said that I'm not going to work in this film. And you know, I was put up in a suite. I couldn't sleep the entire night, and the drawing room, the living area, I had to put chairs and sofas, on the door. I was thinking that maybe they might have a master key, or what would happen if 10 people comes and knocks at my door. So it was, I don't know, I was just waiting for the daylight to break in and when I can just run away from this place. I called the producer and I told him, please make a ticket. I mean, I have come for your work, so you should pay my way back home. Since I'm not working, I'm not comfortable, so he didn't do any ticket for me. He didn't provide me any logistically anything. So I went back, I took a cab. That was traumatic. ഓക്കെ, അപ്പൊ അതാണ് പുള്ളിക്കാരി പറയുന്നത്. അന്ന് രാത്രി തനിക്ക് ഉറക്കം കിട്ടിയിരുന്നില്ല, രാവിലെ വരെ പേടിച്ചായിരുന്നു റൂമിൽ കഴിഞ്ഞെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം പ്രൊഡ്യൂസർ വിവരം അറിയിച്ചു, നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അറിയിച്ചെങ്കിൽ കൂടിയും പ്രൊഡ്യൂസർ വേണ്ട ചെലവുകളൊന്നും വഹിച്ചില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ സ്വന്തം ചെലവിന് നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇതാണ് മെയിനായിട്ട് പുള്ളിക്കാരി രഞ്ജിത്തിനെതിരെ നടത്തിയ ആരോപണം എന്ന് പറയുന്നത്. ഈ ആരോപണം നിമിഷ നേരം കൊണ്ട് വൈറലായി എന്നുള്ളതാണ്. അതിന് പിന്നിലെ കാരണമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പേര് തുറന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരാൾ രംഗത്ത് വരുന്നത് അല്ലെ? ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങളുമായി വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ആരും പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ പേര് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അതിനൊരു റീച്ച് ഈ ആരോപണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഭവം വൈറലായതോടെ രഞ്ജിത്ത് പ്രതികരണവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ പുള്ളിക്കാരൻ എന്താ പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. ആദ്യമായി പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ സിനിമയിൽ മാണിക്യം എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഏത് പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ അത് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ആരും ഈ ക്യാരക്ടർ ചെയ്യാൻ തയ്യാറാവാതെ വന്നു. അങ്ങനെയാണ് പുറമെ നിന്ന് ആരെങ്കിലും എടുത്താലോ എന്ന് പുള്ളിക്കാരൻ ചിന്തിക്കുന്നത്. അങ്ങനെ ശങ്കർ എന്ന് പറയുന്ന മറ്റൊരു അസോസിയേറ്റ് ഡയറക്ടറുമായി ചർച്ച ചെയ്തിട്ട് ഈ ബംഗാളിലൊക്കെ ഡോക്യുമെന്ററി സിനിമ എടുത്ത് നടക്കുന്ന മലയാളിയായിട്ടുള്ള ജോഷി എന്ന് പറയുന്ന വ്യക്തി വഴിയാണ് ശ്രീലേഖയെ മുട്ടുന്നത്. അപ്പോൾ രഞ്ജിത്ത് പറയുന്നത് ശ്രീലേഖയെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഒഡീഷന് വേണ്ടിയാണ് കൊച്ചിയിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ രഞ്ജിത്ത് പറഞ്ഞ പ്രകാരം അവർ കൊച്ചിയിലേക്ക് വരുന്നു. ബാക്കി എന്താണ് രഞ്ജിത്ത് പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. എറണാകുളത്തെ DD നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഫ്ലാറ്റിലാണ് അവർ വരുന്നത്. അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണനുണ്ട്, എൻ്റെ മറ്റ് അസിസ്റ്റൻസ് ഉണ്ട്, വേറെ ഏതൊരു സുഹൃത്തുക്കളാരുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആ സുഹൃത്തുക്കളൊക്കെ അങ്ങ് മാറി പുറത്തേക്ക് നിന്നു. ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാനും എൻ്റെ അസിസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നരേറ്റ് ചെയ്യുന്നത്. ഞാനിവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഇവരുടെ ശരീരം, ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ കഥ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിൻ്റെ റൂമിൻ്റെ ബാൽക്കണി, എൻ്റെ റൂമിൻ്റെ അല്ല, അവിടെ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. ഇവർ വരികയും ഇവരെന്നോട് സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. ഇവരെ ഏത് ക്യാരക്ടർ? ചീരു അല്ല, അത് ശ്വേത തന്നെ മതി. പിന്നെ മാണിക്യം, അത് കുറച്ചും കൂടെ ഒരു പ്രായം കുറവ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള കൺഫ്യൂഷനൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ കഥയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ സിഗരറ്റ് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് നടന്നു, അവരും പുറകെ വന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇവർ പോയി കഴിഞ്ഞ് അന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ശങ്കർ നമുക്കത് പറ്റില്ലല്ലോ, അങ്ങനെ പറ്റില്ല എന്നുള്ള തീരുമാനം ഞാൻ ശങ്കറിന് അറിയുകയും ശങ്കർ ഇവരെ പിറ്റേന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. അത് നമ്മളെ ഒരു ആക്ടർ ആവട്ടെ, അത് ഫീമെയിലോ മെയിലോ ആയാലും നമ്മൾ ഒറ്റയടിക്ക് നിങ്ങൾ ശരിയാവില്ല എൻ്റെ ക്യാരക്ടറിന് എന്ന് പറയുന്ന രീതി എനിക്കില്ല, ഞങ്ങളിൽ പലർക്കും ഇല്ല. അറിയിക്കാം, ശരി, അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ. എനിക്ക് തോന്നുന്നു അവർക്കതൊരു ഹോപ്പ് കിട്ടിക്കാണുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അത്രയധികം ഒന്നും ഈ മാസമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, ഇത്ര ദിവസത്തെ സ്കെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് ആയിരിക്കാം ഇവർ ശങ്കറിനടുത്ത് സംസാരിച്ചത് വളരെ കോപം കൊണ്ടാണ്.
പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്, നിങ്ങളെന്താ എൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലേ? അപ്പം ശങ്കർ അവരുടെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു, മാഡം നിങ്ങൾ അഭിനയിച്ച ബംഗാളി സിനിമകൾ കണ്ടിട്ടല്ല, നമ്മളൊരു കോമൺ ഫ്രണ്ട് ജോഷിയിൽ നിന്നൊരു നിങ്ങളുടെ ഫോട്ടോ കിട്ടിയത് നിങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിച്ചു. ഓക്കെ, അപ്പൊ അതാണ് പുള്ളിക്കാരന്റെ വാദം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് രണ്ടാളും രണ്ട് കഥയാണ് പറയുന്നത് അല്ലെ. ശ്രീലേഖ ഒരു കഥ പറയുന്നു, അതിന് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടാണ് രഞ്ജിത്ത് പറയുന്നത്. രണ്ട് ധ്രുവങ്ങളിൽ കേൾക്കുന്ന പോലെ അല്ലെ. ഇത് കേൾക്കുന്ന സമയത്ത് ആർക്കായാലും ഒരു കൺഫ്യൂഷൻ തോന്നിപ്പോകും, ആരുടെ ഭാഗത്താണ് ശരി, ആരാണ് പറയുന്നത് ശരി എന്നുള്ളത് അല്ലെ. എന്തായാലും രഞ്ജിത്തിന് പ്രതികരണം കൂടി വന്നതോടെ ശ്രീലേഖയെ പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇവർക്ക് മുട്ടിച്ചു കൊടുത്ത ജോഷി എന്ന് പറയുന്ന വ്യക്തി പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ പ്രതികരണം കൂടി ഒന്ന് കണ്ടുനോക്കാം. ശ്രീലേഖ മിത്ര എന്താണ് അന്ന് ഹോട്ടലിൽ സംഭവിച്ച സംഭവം എന്ന് വിശദമായി പങ്കുവച്ചിട്ടുണ്ടാവും? വിശദമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഡിസ്കഷന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബംഗാളി സ്ത്രീകൾ സിഗരറ്റ് വലിക്കുക എന്നത് അവർ എല്ലാവരും വലിക്കുന്നതല്ല, സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സിഗ്നലായി മലയാളി ഞാൻ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ എന്ന് എന്നോട് കൂടി തട്ടിക്കയറുകയാണ് ഉണ്ടായത്. കാരണം ഞാനാണ് അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശങ്കർ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയേറ്റായി, ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ടച്ച് ചെയ്യുന്നതും അപ്പം തന്നെ അവർ ശങ്കറിനെ വിളിച്ച് പറയുന്നു ഞാൻ ഈ സിനിമയിൽ നിന്നും വാക്കൗട്ട് നടത്തുകയാണ്. അപ്പം അതാണ് ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ പാപം, കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിലാസം തെറ്റാതെ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അതാണ്. അപ്പൊ നടി പറഞ്ഞത് ശരിയാണെന്നുള്ളതാണ് അവിടെ ജോഷി പറയുന്നത് അല്ലേ. നടി പറഞ്ഞ കാര്യത്തിന് പുള്ളിക്കാരൻ ഒരു ബാക്കപ്പ് സപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. പക്ഷെ രഞ്ജിത്തിന് ബാക്കപ്പ് സപ്പോർട്ടായി ആരും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ തന്നെ ഈ നടിയുടെ ഭാഗത്താണ് 70% ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നടി പറഞ്ഞത് കള്ളമാണെങ്കിൽ ആരെങ്കിലും ഒക്കെ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്ത് വരേണ്ടതായിരുന്നില്ലേ, പക്ഷെ ആരും വന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയം പൊങ്ങി വന്നതോടെ വൻ രീതിയിലുള്ള വിമർശനമാണ് രഞ്ജിത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സിനിമയെ മാത്രം ബാധിക്കാൻ പോകുന്നതല്ല, പൊളിറ്റിക്കലി കൂടി ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. കാരണം നമുക്ക് രഞ്ജിത്ത് അറിയാം, കരകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്, ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള വിമർശനം കൂടി പുള്ളിക്കാരനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും രാജിവെച്ച് പോകണമെന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇനി പലർക്കും ഉറക്കമില്ലാത്ത രാവുകൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് രഞ്ജിത്ത്, നാളെ ആരാണാവോ എന്നുള്ള ചോദ്യമായിരിക്കും ഇനി നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ നല്ലവരെന്ന് കരുതിയവരുടെ യഥാർത്ഥ മുഖം ശരിക്കും മോശമാണ് എന്ന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണാവോ നമ്മൾ ഭാവിയിൽ കാണുകയും കേൾക്കുകയും വരിക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.